കാസർഗോട്ടെ ഇരട്ട കൊലപാതകം 9 മണിക്ക് തുടങ്ങിയ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ലഭിച്ചിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. മരണപ്പെട്ട കൃപേഷിന്റെ തലക്ക് പിന്നിൽ ഒരു മാരകമായിട്ടുള്ള ഒരു മുറിവേറ്റിട്ടുണ്ട്. ഈ ഒരൊറ്റ മുറിവിൽ അല്ലെങ്കിൽ ഈ ഒരൊറ്റ വെട്ടിൽ കൃപേഷിന്റെ തലച്ചോറ് രണ്ടായി പിളർന്നു എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഒരൊറ്റ വെട്ട് തന്നെയാണ് കൃപേഷിന്റെ മരണകാരണമായി എടുത്തു പറയുന്നത്. അതായത് ആസൂത്രിതമായി ചെയ്ത ഒരു കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ മുന്നിലോട്ട് വന്നപ്പോൾ എല്ലാ രീതിയിലും സൂചിപ്പിക്കുന്നുള്ളത്. മറ്റൊന്ന്, ശരത്തിന്റെ ശരീരത്തിലേറ്റ 15 വെട്ടുകളാണ്. ഇതിൽ 2 വെട്ടുകളാണ് എടുത്തു പറയുന്നുള്ളത്. ഒന്ന് ഇടതു നെറ്റിയിൽ നിന്ന് 23 സെന്റിമീറ്റർ നീളമുള്ള ഒരു വെട്ടും, മറ്റൊന്ന് വലത് ചെവിയിൽ നിന്ന് കഴുത്തുവരെ നീളുന്ന ഒരു വെട്ടുമാണ്. ഈ 2 വെട്ടിൽ ഏതെങ്കിലും ഒരു വെട്ടായിരിക്കാം ശരത് ലാലിന്റെ മരണകാരണമെന്ന് ഇൻക്വസ്റ്റ് നടപടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ വന്ന റിപ്പോർട്ടിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ശരത് ലാലിന്റെ ശരീരത്തിൽ 15ഓളം വെട്ടുകൾ ഏറ്റിട്ടുണ്ട്. ഇതിൽ നിന്ന് 5 വെട്ടുകൾ മുട്ടിന് താഴെയാണ് ഏറ്റിട്ടുള്ളത്. ഇത് മാരകമായിട്ടുള്ള വെട്ടുകൾ തന്നെയാണ്. അതായത് അതിക്രൂരമായ ഒരു കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ആദ്യം കൃപേഷ് മരണപ്പെടുകയുണ്ടായി. എന്നാൽ ശരത് ലാലിനെ മംഗലാപുരം കൊണ്ടുപോകുന്ന വഴിയാണ് ശരത് ലാല് മരണപ്പെട്ടത്. എടുത്തു പറഞ്ഞാൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ്. മാരകമായിട്ടുള്ള മുറിവുകൾ തന്നെയാണ് ഇരു ശരീരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. എടുത്തു പറഞ്ഞാൽ എന്തുകൊണ്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇരട്ട കൊലപാതകം തന്നെയാണ്. അതായത് ഈ 2 മുറിവുകളും സൂചിപ്പിക്കുന്നത് ആസൂത്രിത കൊലപാതകം തന്നെയാണ്. അതായത് മുൻപ് കരുതിക്കൂട്ടി ഇവര് വരുന്ന വഴികൾ നോക്കി നിന്നുകൊണ്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ചെയ്ത ഒരു കൊലപാതകം തന്നെയാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ശരീരത്തിലെ മുറിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതീവ ക്രൂരമായ ഒരു കൊലപാതകം എന്നുള്ളത് തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.